ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീരുമായിട്ടാട്ടോ. കുറേ സംഭവങ്ങൾ നടാനുണ്ട്, പക്ഷെ നടാൻ നേരം വഴുകിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ശീതകാല പച്ചക്കറിയിൽ പെട്ടതാണല്ലോ കാബേജ്, കോളിഫ്ലവറൊക്കെ. കാബേജൊക്കെ ഞാൻ നടലും പറിക്കലും ഒക്കെ ഉണ്ട്, പക്ഷെ കോളിഫ്ലവർ ഞാൻ നട്ടിട്ടില്ലായിരുന്നു. കോളിഫ്ലവർ ഞാനിപ്പോൾ തൈ കിട്ടിയ നഴ്സറിയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നതാ. എൻ്റെ അടുത്ത് അതില്ല. ഇനി മുതൽ ഞാൻ അങ്ങോട്ട് കോളിഫ്ലവർ കാബേജ് പോലെ തന്നെ വിളവെടുത്ത് കഴിഞ്ഞ് കുറ്റി അവിടെ വെച്ച് വേറെ തൈ ഉണ്ടാവും, അങ്ങനെ ചെയ്യും. അപ്പം കോളി എനിക്കില്ലായിരുന്നു, ഇനി കോളി ഞാൻ അങ്ങനെ ഉണ്ടാക്കും. അപ്പം ഇന്ന് ഞാൻ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന തൈ ഞാൻ പിടിപ്പിക്കുന്ന കേട്ടോ. ഞാൻ എല്ലാ വർഷവും കോളിഫ്ലവർ ഇങ്ങനെ എനിക്ക് വട്ടത്തിലുണ്ടായി ഞാൻ വിളവെടുക്കുന്നതാണ്. അതുപോലെയാണ് ഞാൻ ഇന്നും നടാൻ പോകുന്നത് കേട്ടോ. അപ്പം കോളിഫ്ലവർ നടുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ലൈവായിട്ട് കാണിക്കാം. നവരി ഞാൻ കോളിഫ്ലവർ നടുന്നത് സിമൻറ്റ് ചാക്കിലാണ്. സിമൻറ്റ് ചാക്ക് ഫുള്ളൊന്നും വേണ്ട കേട്ടോ, കട്ട് ചെയ്ത സിമൻറ്റ് ചാക്കാണല്ലോ ഇപ്പം നമുക്ക് സിമൻറ്റ് പണി എടുക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടുക. എന്താ ഈ പാകത്തിന് ഇതൊക്കെ കട്ട് ചെയ്തതാ. ഞാൻ സിമൻറ്റ് പണി എടുക്കുന്ന വീട്ടിൽ ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ വേണ്ടവരെടുത്തുണ്ടോയിക്കോട്ടെ എന്ന് വിചാരിച്ച് റോഡ് സൈഡിൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചിരുന്നു. ഞാൻ അങ്ങ് എടുത്തു കൊണ്ടുവന്നു. അപ്പം എൻ്റെ അടുത്ത് ഇപ്പം കുറേ ഉണ്ട്. ആ വീട്ടിലുള്ളേക്കാൾ കൂടുതൽ എൻ്റെ വീട്ടിലുണ്ടോ സംശയമുണ്ട്. കാരണം എനിക്ക് ഇതിലാണ് ഫസ്റ്റ് നടാൻ നല്ലത് ഏതെന്നറിയോ? കാബേജ്, കോളിഫ്ലവർ, വഴുതിന, വെണ്ട, അതൊക്കെ ഇതിന് ഫസ്റ്റാണ്. അപ്പം നമുക്കിത് പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന ഗ്രോ ബാഗ് പോലെ തന്നെ നമുക്ക് ആക്കാനും സാധിക്കും. എന്താ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു സിമൻറ്റ് ചാക്ക്, പകുതി കട്ട് ചെയ്ത സിമൻറ്റ് ചാക്ക്. അതിൻ്റെ ഇവിടെ ഞാൻ തുളച്ചു. അത് പറയാൻ കാരണം നിങ്ങൾ എങ്ങനെയാണ് ഗ്രോ ബാഗ് പോലെ ആക്കുന്നത് ഞാൻ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഇതാണ് ഇത് നീളത്തിൽ. അപ്പോൾ ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കും, ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കും. എന്നിട്ട് 2 ഹോൾസും കൂടെ കൂട്ടി അങ്ങ് കെട്ടും. ഇതാ കണ്ടോ കെട്ടിയത്. എന്നിട്ട് അങ്ങ് മറിച്ചിടും. ആ മറിച്ചിട്ടതാണ് ഇത് മറിച്ചിട്ട് പോയി. അന്നേരം എനിക്ക് ഓർമ്മ വന്നത് എന്നോട് ചോദിച്ചിരുന്നല്ലോ എന്നുള്ളത്. ഇതാണ് ആ മറിച്ചിട്ട്. ഇനി നമുക്കിതിൽ പോട്ടി മിക്സ് ഒക്കെ നിറച്ചാൽ ഇതിൻ്റെ റൗണ്ട് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ റൗണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ അവിടെ നിന്നോളൂ, അങ്ങനെ ഇരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെരിവ ആ റൗണ്ട് ആക്കിയില്ലെങ്കിൽ. അപ്പം പോട്ടി മിക്സ് നിറക്കട്ടെ എന്തൊക്കെയെന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. പറിച്ചിലല്ലോ കാണിച്ചു തരാം. മറിച്ചിട്ടിട്ട് ഇതാ ഒന്ന് മറിച്ചിട്ട് നിങ്ങളെ കാണിക്കാണ്ടയാ. ഇതാ ഞാൻ ഈ കോളിഫ്ലവർ 3 എണ്ണം ഒന്നിച്ച് നടുന്നത്. ഒരു ചാക്കിൽ ഒരു കോളിഫ്ലവറേ നടാൻ പറ്റുള്ളൂ കേട്ടോ. 2 എണ്ണം ഒന്നും അടുപ്പിച്ച് കാണാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ വട്ടം കൂടും, കൂട്ടിമുട്ടും, സ്ഥലമെല്ലാം ഉണ്ടാവും. ഇതാ ഇപ്പം ഞാൻ വിചാരിച്ചു 3 എണ്ണം ഒന്നിച്ചേ അങ്ങ് നടട്ടെ. ഇതാ 2ആയി, 3ആയി. ഇത് നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ നടാനെന്നൊക്കെ വിചാരിച്ചിട്ടാ ഞാൻ കൃഷി എടുക്കുന്നത് കണ്ടിട്ട് എത്രയോ ആൾ കൃഷിയിലോട്ട് ഇറങ്ങി. കൃഷി എടുത്ത് പരാജയപ്പെട്ട് വലിച്ചെറിഞ്ഞവരില്ലേ, അവരും തിരിച്ചു വന്നു. എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, അതാ ഞാൻ പറയുന്നത്. കാരണം എൻ്റെത് ചില്ലിക്കാശ് മുടക്കാത്ത പച്ചക്കറി നദിയിലാണ്. അത് മാത്രമല്ല നന്നായിട്ട് വിളവ് കിട്ടുന്നു ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ തിരിച്ചു വന്നത്. ഇതിന് അഥവാ കീടങ്ങൾ ആക്രമിച്ച അതിൻ്റെ മരുന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, രോഗം പിടിച്ച അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം 3 എണ്ണം കേട്ടോ. ഇനി 3 എണ്ണത്തിൽ ഒരേപോലെ പോട്ടി മിക്സ് നിറക്കട്ടെ. ഫസ്റ്റ് തന്നെ ഇടുന്നത് ചകിരിച്ചോറ്. ഇത് കാണും എനിക്ക് ചിരി വരൂ. എന്നോട് ഇങ്ങനെ ചോദിക്കൂ, ഇനിയും നിങ്ങളെ ബെഡ് പൊളിച്ചത് തീർന്നില്ല, കുറേ ഉണ്ട്. ഒറ്റ ബെഡാ, നമുക്ക് അത്രല്ലേ വേണ്ടൂ. കുറേ ചകിരിച്ചോറ് ഇട്ടിട്ട് കാര്യമല്ല. ഈ ചകിരിച്ചോറ് ഇട്ടാനുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ മണ്ണ് ഒലിച്ചു പോകൂല, പിന്നെ കുറച്ചൊക്കെ തണുപ്പട പിടിച്ചു നിൽക്കും. നമുക്കിത് ഗ്രോ ബാഗാണല്ലോ, മഴക്കാലം കഴിഞ്ഞെന്ന് പറയാനായില്ല, പക്ഷെ മഴപ്പല്ല. 3നും ഒരേപോലെ ഞാൻ ചകിരിച്ചോറ് ഇട്ടു. 3 ഒറ്റയടിക്ക് 3 എണ്ണം. ഇനി ഞാൻ ഇടാൻ പോകുന്നത് കരിയിലയാ. ഈ കരിയില ഞാൻ ഇപ്പം റോഡ് സൈഡിൽ നിന്ന് അടിച്ചു വാരി എടുത്തതാ. അതാ പടപടാന്നുള്ള ഒച്ച കേൾക്കുന്നുണ്ടാവും. എനിക്ക് 2 സൈഡ് റോഡാ. മുന്നിലെ റോഡ് ബസ്സും ജീപ്പും കാറും ഒക്കെ പോകുന്ന റോഡ്, സൈഡിലുള്ളത് പോക്കറ്റ് റോഡാണ്. അപ്പോൾ ഈ പോക്കറ്റ് റോഡിൻ്റെ സൈഡിൽ നിറയെ
എന്തെന്നറിയോ പ്ലാവുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും, ഞാൻ അടിച്ചു വാരും. അപ്പോൾ അതിൽ പോകുന്ന ആൾക്കാർക്ക് ഒരു ഗുണം, അവിടെ നല്ല വൃത്തി ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഒരു വളം കിട്ടും. ഞാൻ പിന്നെ ഒന്നും അന്വേഷിച്ച് നടക്കണ്ട. ഞാനങ്ങനെ എൻ്റെത് ഇങ്ങനെയുള്ള നടിയിലാ, ഒറ്റ പൈസയും മുടക്കണ്ട. അവർക്ക് നടന്നു പോകുന്ന പോലെ എപ്പോൾ അടിച്ച് വരുന്നവരാണ്. പക്ഷെ വാരിക്കൊള്ളണമെന്നില്ല, ഞാനിങ്ങനെ വാരിങ്ങിട്ട് എടുക്കും. മാക്സിമം കുത്തി നിറച്ച അത്രയും നല്ല. അതൊന്ന് ഇരിക്കൂ, ഇനി നനച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കും. ഇനിയുണ്ട് കുറേ പലതും ഇടാണ്ട്, അപ്പം അത്ര മതി. ഇട്ട് കരിയിലിട്ട്, ഇനി കരിയിലിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇടുന്ന. ഈ മണ്ണങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട്, നല്ലതുമുണ്ട് ചീത്തയുണ്ട്. അപ്പം നല്ല ജീവികൾ ഈ ഇട്ട എല്ലാ പൊട്ടി മിക്സിനും പെട്ടെന്ന് വളമാക്കി മാറ്റും. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ ഈ കരിയിലും ചകിരി ഒന്നും കാണൂല, ഒക്കെ മണ്ണായി പോയിട്ടുണ്ടാവും കേട്ടോ. ചകിരി കുറച്ചവിടെ ഉണ്ടാവും. എൻ്റെത് ഞാൻ വിളവെടുത്ത് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചിട്ടാൽ മതി, കൂടുതലും മറ്റു മണ്ണ് കുറവാണ്. പിന്നെ അത് മണ്ണായിക്കോളല്ലോ. എന്താ മൂന്നിന് കുറച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ലെവല് ചെയ്താൽ ഈ ബാഗും ഒരു ഷേപ്പിൽ നിൽക്കും, എല്ലാ ഭാഗത്തും ഒരുപോലെ പോട്ടി മിക്സ് എത്തും. ഇനി അടുത്തത് ഞാൻ ഇട്ട് അമർത്തി വെക്കുമ്പോൾ കുറേ അമർന്നു പോയി. അപ്പോൾ കുറച്ചുകൂടി ഞാൻ കരിയിലെട്ടാട്ടെ. നമ്മളിതില്ല ഇപ്പം ഇടുന്നതേ ഉള്ളൂ, പിന്നെ നമ്മളൊന്നും ഇടൂല. ഞാൻ ഇടൂല, ഞാൻ പിന്നെ നനക്കൽ മാത്രമേ ഉള്ളൂ. അമർത്തി വെക്കുമ്പോൾ പറ്റേ ഈ ഒരു ബക്കറ്റിൽ വട്ടപാത്രം വലുത്, അതിൻ്റെ ഫുള്ള് ഈ 3 എണ്ണത്തിന് കൊണ്ടു കേട്ടോ. എന്നിട്ടും ഒന്ന് അമർത്തിയാൽ ഞാൻ പോകുന്നത് കരിയില കമ്പോസ്റ്റാ. എൻ്റെ കരിയില കമ്പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ചാണകമാണോ. ചാണകത്തിനേക്കാളും കറുപ്പാ. പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടാവും, ഒക്കെ ഞാൻ ഇതാ കണ്ടോ കരിയില കമ്പോസ്റ്റാണ് ഇടുന്നത്. ഒക്കെ വാരിക്കൊണ്ടുവന്നത്. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ മാറ്റിക്കൊള്ളണം, അതുണ്ടാവും കരിയില കമ്പോസ്റ്റിൽ ഉണ്ടാവും. നമ്മൾ വാരി ഇടുമ്പോഴേ കണ്ണ് കാണൂല അതൊന്നും. എന്താ കരിയില കമ്പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കളറ് ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത്, അതാണ് ഭയങ്കര ബഹള. ഇനി ഞാൻ ഇടുന്നത് ചീമക്കൊന്നയാ. ഇപ്പം എന്നോട് കമൻറ്റിൽ പറയും നിങ്ങൾക്ക് ചീമക്കൊന്ന എല്ലാത്തിനും വേണമല്ലേ എന്ന്. ചീമക്കൊന്ന ഞാൻ എല്ലാത്തിനും ഇടും. ഇത് ചാണകത്തിന് പകരം നല്ലൊരു വള. അത് ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ കരിയില കമ്പോസ്റ്റ് തന്നെ ഇട്ടാൽ ചെടികൾ റോക്കറ്റ് വേഗത്തിന് മുളക്കും. റോക്കറ്റ് വളരും. മുളക്കാതെ മുളച്ചാൽ തന്നെ ഇടുന്നു. ഞാൻ 3ലും ഇതും ഇട്ട്. ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള ഗുണം എന്താ അറിയോ, നമ്മളെ മണ്ണ് പാറ പോലെ ഉറക്കൂല. മണ്ണ് എന്ന് പറഞ്ഞാൽ അപ്പം കുറഞ്ഞ മണ്ണ് ഇട്ടു, ഇത് മണ്ണായി മാറും. അപ്പം അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ചെടീൻ്റെ വേരുകൾക്ക് ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കാൻ എളുപ്പത്തിൽ ചുറ്റി കറങ്ങി വേഗം വലിച്ച് ചെടികൾക്ക് കൊടുക്കുക. അപ്പം അങ്ങനെ ചെടികൾക്ക് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഉഷാറിൽ അങ്ങോട്ട് കരുത്തോടെ വളരും. അങ്ങനെ കരുത്തോടെ വളർന്നാലാണല്ലോ പൂവിടുക. അങ്ങനെ പൂവിട്ടാലാണല്ലോ കായ ഉണ്ടാകുക. ഇതിപ്പോൾ കോളിഫ്ലവറിനാണ്, അതിന് ഇല നല്ല വലുപ്പത്തിലിങ്ങ് വരും. എന്നിട്ട് പിന്നെ ഇങ്ങനെ നടുക്ക് പൂവായിട്ട്. കാണാത്തവരുണ്ടോ കോളിഫ്ലവർ ഈ വയനാട്ടിലൊക്കെ എല്ലാവരും കൃഷി എടുക്കുന്നതാണ്. ഞാനെല്ലാം കൃഷി എടുക്കും. എനിക്ക് കോളിഫ്ലവർ ഇഷ്ടമാണ്, അത് നല്ല ടേസ്റ്റാണല്ലോ നമ്മൾ പലതും. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞെന്നല്ലോ, ഇത്രയും കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഘടന തന്നെ അങ്ങ് മാറും. അപ്പം ഞാൻ അടുത്ത് ഇടട്ടെ. ഇതിട്ട് കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഇട്ടല്ലോ, ഇടയ്ക്ക് നമ്മൾ മണ്ണിടണോ. പുട്ടിന് തേങ്ങ ഇട്ടും പോലെ കുറച്ച് മണ്ണിടണോ. ഈ മണ്ണാണ് ഇതിനൊക്കെ വിഘടിപ്പിച്ചിട്ട് വേഗം വളാക്കി മാറ്റുന്നത്. ഈ കരിയില കമ്പോസ്റ്റ് നമ്മൾ ഇടുന്ന ഇതൊക്കെ മണ്ണാട്ടോ. എൻ്റെ മണ്ണിനും ഒരു കരിയില കമ്പോസ്റ്റിൻ്റെ കളറാണ്. ഈ കരിയില കമ്പോസ്റ്റ് നമ്മൾ ഇട്ടാനുള്ള ഗുണം എന്താ അറിയോ, അതിൽ ധാരാളം വിത്തുകൾ ഉണ്ടാവും.
പിന്നെ നല്ല പവർഫുൾ വളമാണ്. പിന്നെ അതിൽ വിത്ത് മുളച്ച് വരും. ഇഷ്ടം പോലെ പയറ്, വെണ്ട, പച്ചമുളക്, വെള്ളരി, കയ്പ, പടവൽ എല്ലാത്തിനും തൈ അതിന് കിട്ടും നമുക്ക്. കക്കിരി അപ്പം നമുക്കത് പിരിച്ചു കുഴിച്ചിടുകയും ചെയ്യാം. അപ്പം കരിയില കമ്പോസ്റ്റ് ഇട്ടാൽ 2 ഗുണമുണ്ട്. കുറേ തയ്യും കിട്ടും. തൈ എങ്ങനെ വന്നല്ലേ, തൈ നമുക്ക് അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റ് അതിലിടുന്നുണ്ടല്ലോ. അപ്പം വളമായി മാറിയാലും വിത്ത് നല്ല കരുത്തോടെ നിൽക്കും. ഇനി ഞാൻ അടുത്തത് ഇടുന്നത് കാണിച്ചു തരാം. ഞാൻ ഇടുന്നത് കോഴിവള. ഈ കോഴിവള ഞാൻ ഈ വർഷം ഇടാൻ തുടങ്ങിയത്. കോഴിവള എനിക്ക് എൻ്റെ കുടുംബക്കാർ ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ പണം മുടക്കിയിട്ട് അങ്ങനെ പച്ചക്കറി ഒന്നും ഉണ്ടാക്കലില്ല. ഞാൻ കൃഷി ഭ്രാന്തുള്ള ആളായത് കൊണ്ട് ഞാൻ അവിടേക്ക് വിരുന്ന് പോയപ്പോൾ അവരെനിക്കൊരു ചാക്ക് കോഴിവളം തന്നു. അവർക്ക് കോഴിൻ്റെ കച്ചവടം ഉണ്ട്. അപ്പം ഈ കോഴിവളം ഉണ്ടെങ്കിൽ ഇതിലിട്ട പോട്ടി മിക്സ് ഒക്കെ കണ്ടല്ലോ, കോഴിവളം വരെ. കോഴിവളം എനിക്ക് കുറേ കിട്ടിയരിച്ച ഞാൻ നടാൻ പോകുക കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ എത്രയോ വട്ടം ഓഫാക്കി. കാരണം ഇതിലൂടെ പാട്ട് വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് വിജയികൾ ഭയങ്കര ബഹളം, അതിൽ വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓഫാക്കി. ഇനി ഞാൻ നടാൻ പോകുക കേട്ടോ. നടുമ്പോൾ ഞാൻ കുറച്ച് മണ്ണിടുന്നുണ്ട്. അങ്ങനെ പലതും ഇട്ടിട്ട് ഇത് നിറഞ്ഞു. ഞാൻ ഇതിലൊന്നും ഇടൂല. ഞാൻ ഇനി മുതൽ ഇടൂല. കാരണം എല്ലാം ഇട്ട് കഴിഞ്ഞു. എനിക്ക് ഇടാനുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയാണ് നടാൻ പോകുന്നത്. ലാസ്റ്റ് ഞാൻ നടുന്നത് കോളിഫ്ലവറാന്ന് പറഞ്ഞല്ലോ. ഞാൻ നഴ്സറി പോയിട്ട് കോളിഫ്ലവർ വാങ്ങി. അത് കുഞ്ഞി തയ്യല്ലേ. ആ കുഞ്ഞി തൈ ഞാൻ പ്ലാവിൻ്റെ ഇലയിൽ അവിടെ വെച്ചു. അപ്പം കണ്ട വേരൊക്കെ പുറത്ത് ചാടി. കുറച്ച് വലിപ്പം വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ജീവികളൊക്കെ ഓടിയിട്ട് എൻ്റെ കോളിഫ്ലവർ അങ്ങനെ പൊട്ടിച്ച് കളിയോ. കുറച്ചൊരു കരുത്ത് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയത് ഇങ്ങനെ പ്ലാവിൻ്റെ ഇലയിലിട്ട്. ഇത് 2 ആഴ്ചയായി വാങ്ങിയിട്ട്. അപ്പം ഞാൻ നടാൻ പോകുക കേട്ടോ. ഞാൻ പോട്ടി മിക്സ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ നടുന്നതിനോട് എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്ത് പോട്ടി മിക്സ് ഇടുന്നത്. അപ്പം ഞാൻ ലൈവായിട്ട് കാണിച്ചു നടട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഉണ്ടാവട്ടെ. എനിക്ക് മാത്രമല്ല, എൻ്റെ പോട്ടി മിക്സൊക്കെ കണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും നന്നായിട്ടുണ്ടാവട്ടെ. ഉണ്ടാവട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഏതും ഉണ്ടാവും. നമ്മൾ നോക്കും പോലെ നിൽക്കൂ. ഇനി നമ്മൾ ദിവസേന നനയ്ക്കുക. വെയിൽ വേണം കേട്ടോ. ഇതിന് വെയിൽ നിർബന്ധ. നനയും വെയിലും അതന്നെ ഒരു പകുതി വള. ബാക്കിയേ നമ്മൾ വേണ്ടുള്ളൂ. എന്താ അങ്ങനെ വിജയകരമായിട്ട് ഞാൻ ഒറ്റയടിക്ക് 3 കോളിഫ്ലവർ. എന്നോട് സംശയം ചോദിച്ച് 2 വെച്ചൂടെ. 2 വെക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ കോളിഫ്ലവർ ഇപ്പം ഇത് ഇങ്ങനെ നിൽക്കുന്ന കാര്യമല്ല. ഇത് വീതിയുള്ള ഇല വെച്ച് ഇത്ര വട്ടത്തിൽ ഇങ്ങ് വരും. അങ്ങനെ 3 എണ്ണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒക്കെ അത് മാറ്റും. നല്ല വീരുള്ള കൊടുത്ത് ഞാൻ കൊണ്ടുപോയി വെക്കും. ഇതാ ഇങ്ങനെയാണ് ഞാൻ കോളിഫ്ലവർ നടുന്നത്. ഇങ്ങനെ തന്നെ കാബേജ് നടുന്നത്. കാബേജ് നട്ട് കുറേക്ക് വിളവെടുക്കാനുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പം ചോദിക്കുന്നവരോടൊക്കെ സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ചപ്പിടട്ടെ. കാരണം നമുക്ക് നനച്ചാൽ അത് അവിടെ നിന്നോളുമല്ലോ. അതുകൊണ്ട് ഉണങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാക്കിൽ കെട്ടിവെച്ച ഇല മാത്രം. ഇതിലൊന്നും ചെയ്തില്ല. അതിങ്ങനെ ആയതാ. കണ്ടോ. എൻ്റെ കൃഷി ഇഷ്ടപ്പെടാൻ തന്നെ കാരണം ചില്ലിക്കാശ് മുടക്കാത്ത കൃഷി ആയതുകൊണ്ടാണ്. കുറേ പേര് ഞാനൊരു വളം വാങ്ങൂല കേട്ടോ. അല്ലാണ്ട് തന്നെ എനിക്കുണ്ടാവും. പിന്നെ വളം കൂടി കൊടുത്താൽ നന്നായിട്ടുണ്ടാവുമായിരിക്കും. നമുക്കിപ്പോൾ അതുപോലെ ഒരു വീട്ടമ്മക്ക് വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതിന് എന്തിനാ ഈ പൈസ കൊടുത്ത്. എന്താ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഞാൻ ദിവസേന നനക്കുന്നത്. പിന്നെ എനിക്കൊരു വീക്ക്നെസ്സാണ്. ഞാൻ തിന്നിയില്ലെങ്കിലും ഞാൻ കുടിച്ചില്ലെങ്കിലും ചെടികളെ ഞാൻ നോക്കും. എന്താ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംശയമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഞാൻ കുഞ്ഞ് തയ്യായി വലുപ്പത്തിലാക്കിയിട്ടാണ് നടുന്നത് കേട്ടോ. ഇങ്ങനെ ഇന്ന് 8 എണ്ണം നട്ടു. കണ്ടില്ലേ. 1 2 3 4 5 6 7 8 എണ്ണം നട്ടു. ഇന്നലെ 9. ഇന്നലെ നട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് 2 ആഴ്ചക്ക് മുമ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തയ്യാട്ടോ. ഞാനിത് വലിപ്പം വെപ്പിച്ച രീതി ഞാൻ പറഞ്ഞു തന്നല്ലോ. ഞാൻ അങ്ങനെ വലിപ്പം വെപ്പിച്ചിട്ടേ നടൂ. അല്ലെങ്കിൽ ജീവികൾ ഓടിയിട്ടേ പൊട്ടിച്ചളിയും. കുറച്ചൊരു കരുത്ത് വരാം. ഇനി ഇത് പുറത്ത് വെയിലത്ത് കൊണ്ടുപോയി വെക്കണം.
ഇന്നലെ നട്ടത്. ഇന്നലെ ഞാൻ കാണിച്ചതാണ്, ഒന്നും കൂടി കാണിക്കാം. അതാ ഇന്നലെ നട്ട് 1 2 3 4 5 6 7 8 ഇതവിടെ 9. അങ്ങനെ 9 എണ്ണം, 9ഉം 8ഉം നട്ട് കഴിഞ്ഞു. ഇനിയുണ്ട് കുറച്ചും കൂടെ നടാൻ. ഈ പ്ലാസ്റ്റിക് കവറല്ല, സിമെൻറ്റ് ചാക്കാണ് ഇതിന് ബെസ്റ്റ്. ഞാനതാ തിരഞ്ഞെടുത്ത്. ഇതെല്ലാം കണ്ടിട്ട് പ്രചോദനമായിട്ട് ഒരാൾക്കെങ്കിലും മാറ്റം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടും കാണിച്ചുകൊണ്ടും ലൈവൊക്കെ കാണിക്കുന്നത്. എന്താ ഇന്നലെ നട്ട് തെളിഞ്ഞു വന്നു. ഇവിടെ നല്ല വെയിലാ, റോഡിൻ്റെ പുറത്താ. എന്താ എൻ്റെ വീടിൻ്റെ പുറത്താ. ഇവിടെ കണ്ടോ, ഇതൊക്കെ എൻ്റെ ബോഗൺവില്ലയാ. ഇത് അകത്തേക്കുള്ള, പുറത്തുനിന്ന് റോഡ് സൈഡിൽ പുറത്താണ് ഇതിൻ്റെ മരടുള്ളത്. ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കിയതാണ്, ഞങ്ങളെ മുറ്റത്തേക്ക്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാകുന്നുണ്ട്. ബോഗൺവില്ലൻ്റെ നല്ല കാലാണല്ലോ വരാൻ പോകുന്നത്. നല്ല വെയിലാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കോളിഫ്ലവർ നടിയിൽ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം സിമെൻറ്റ് ചാക്കും കരിയിലുണ്ടെങ്കിൽ കോളിഫ്ലവർ നമ്പർ 1 ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. ഇനി ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഞാൻ കാണിക്കൂട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.